ongoing thing. Hi friends, welcome back to Aniya K2Tech. +1 മാത്തമാറ്റിക്സിലെ 13ാം ചാപ്റ്ററായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സസൈസ് 13.1 ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ബേസായിട്ട് 2 ഇക്വേഷൻസ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് വയ്ക്കണം. ഇത് 2 തിയറികളാണ്. അപ്പോൾ രണ്ടും ഇങ്ങനെയാണ്, അതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ തിയറം 1 എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x ഈസ് ഈക്വൽ ടു 1 ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് തിയറം ലിമിറ്റ് x ടെൻസ് ടു 0 1 - cos x ഡിവൈഡ് ബൈ x എന്ന് പറയുന്നത് 0 ആണ്. ഇത് 2 ബൈഹേർട്ട് ചെയ്യുക. sin x by x ഈസ് ഈക്വൽ ടു 1, x ടെൻസ് ടു 0 1 - cos x by x ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഓക്കെ ആക്കിയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സസൈസ് 13.1 ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എക്സസൈസ് 13.1 ആദ്യത്തെ 12 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 0 sin ax by bx. ലിമിറ്റ് x ടെൻസ് ടു 0 sin ax by bx. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 sin ax by bx. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ x ടെൻസ് ടു 0 ആണ് വന്നിരിക്കുന്നത്. സൈനിൻ്റെ ആംഗിൾ ഏതാണോ അതേ ടെൻസ് ടു 0. പക്ഷേ ഇവിടെ സൈനിൻ്റെ ആംഗിൾ എത്രയാണ്? AX ആണ്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ത് വരണം? AX ടെൻസ് ടു 0 വരണം. പക്ഷേ അതൊരു കാര്യമുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0 ആണെങ്കിൽ x 0 ആവുകയാണെങ്കിൽ a ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് a ഇൻറ്റു 0 എന്ന് തന്നെ വരുമല്ലോ. അപ്പോൾ അതും 0 തന്നെ ആയിരിക്കും. x 0 ആണെങ്കിൽ AXും 0 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. ലിമിറ്റ് AX ടെൻസ് ടു 0 sin AX ബൈ BX. അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ സൈനിൻ്റെ ആംഗിൾ ഏതാണോ അത് തന്നെ നമുക്ക് ഡിനോമിനേറ്ററിലും വരണം. പക്ഷേ ഇവിടെ AXന് പകരം BX ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിമിറ്റ് AX ടെൻസ് ടു 0 നമുക്ക് കൊണ്ടുവരേണ്ട ആളാരാണ്? ഇവിടെ A ആണ്. X ഉണ്ട്. A കൂടി കൊണ്ടുവന്നാൽ നമുക്ക് AX എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ sin AX ബൈ AX എന്ന് ഞാൻ എഴുതി. അപ്പോൾ നമ്മൾ ആരെ കൊണ്ടുവന്നത്? A ഡിവൈഡ് ചെയ്തു. A ഡിവൈഡ് ചെയ്തതുകൊണ്ട് ഞാനൊരു A മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങോട്ടൊരു A മൾട്ടിപ്ലൈ ചെയ്യുന്നു, A ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, sin AX ബൈ AX ഇൻറ്റു A. ബാക്കി ആരുണ്ട്? B ഉണ്ട്. ആ Bയെ ഞാൻ താഴെ ഇടുന്നു. ഇത് നമുക്ക് മറ്റേ രീതി ചെയ്ത് നോക്കിയാൽ Aയും Aയും ക്യാൻസലായി പോകുന്നു. sin AX ബൈ BX തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസറുകൾ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് AX ടെൻസ് ടു 0 sin AX ബൈ AX ഇൻറ്റു വേണമെങ്കിൽ എഴുതാം ലിമിറ്റ് AX ടെൻസ് ടു 0 A ബൈ B ആണ്. പക്ഷേ A ബൈ B കോൺസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ലിമിറ്റ് AX ടെൻസ് ടു 0 sin AX ബൈ X എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? 1 ഇൻറ്റു A ബൈ B ദാറ്റ് ഈസ് A ബൈ B ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 0 sin AX ബൈ sin BX എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ പോലെ നമുക്ക് ചെയ്യുമ്പോൾ ആംഗിൾ സെയിം ആയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ 2 ആക്കി എഴുതുന്നു. ലിമിറ്റ് x ടെൻസ് ടു 0 sin AX ഡിവൈഡഡ് ബൈ ലിമിറ്റ് x ടെൻസ് ടു 0 sin BX. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ ഈ ആംഗിൾ തന്നെ ഇവിടെ വരണം. അത് കുഴപ്പമില്ല. നമുക്ക് x ടെൻസ് ടു 0 ആണെങ്കിൽ AX ടെൻസ് ടു 0 ആയിരിക്കും. പിന്നെ എന്താ വേണ്ടത്? ബൈ ഈ ആംഗിൾ വരണം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് AX ടെൻസ് ടു 0 sin AX ബൈ AX. നേരത്തെ പോലെ തന്നെയാണ്. ബൈ AX കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ AX കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. ഡിവൈഡഡ് ബൈ ലിമിറ്റ് x ടെൻസ് ടു 0 ലിമിറ്റ് BX ടെൻസ് ടു 0 sin BX ബൈ BX ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു BXും ചെയ്യണം. ഓക്കെ, ഇതൊരു ഫ്രാക്ഷൻ ആണല്ലോ, ഇതൊരു ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ എക്സും ക്യാൻസലായി പോകുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് AX ടെൻസ് ടു 0 sin AX ബൈ AX എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 ഇൻറ്റു A ഡിവൈഡഡ് ബൈ ലിമിറ്റ് BX ടെൻസ് ടു 0 sin BX ബൈ BX എന്ന് പറയുന്നതും 1 ആണ്. 1 ഇൻറ്റു B. ആൻസർ എന്താ വരിക? A ബൈ B ആണ് ഫൈനൽ ആൻസർ. ആ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാം. 15th question limit x tends to pi sin pi minus x divided by pi into pi minus x sin pi minus x divided by pi into pi minus x. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. ലിമിറ്റ് x tends to 0 sin x by x is equal to 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം x tends to 0 ആണ്, പക്ഷേ ഇവിടെ x tends to pi ആണ്. അപ്പോൾ അതിനെ ആദ്യം തന്നെ 0 ആക്കിയാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ x tends to pi ആണ്, x tends to pi. ഇതിനെ നമ്മൾ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
രണ്ടിൽ നിന്നും ഒരു പൈ കുറയ്ക്കണം അല്ലേ. എക്സ് പൈ ആണെങ്കിൽ എക്സ് മൈനസ് പൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. തിരിച്ച് എക്സ് പൈ ആണെങ്കിൽ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ പൈ മൈനസ് എക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പൈ മൈനസ് എക്സ് തന്നെ കൊടുക്കാം. എക്സ് പൈ ആണെങ്കിൽ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് വരും. എക്സ് പൈ ആണെങ്കിൽ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് വരും. അപ്പോൾ ഈ പൈ മൈനസ് എക്സിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. ലെറ്റ് പൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. പൈ മൈനസ് എക്സിന് നമുക്ക് വൈ ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെയാണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈക്ക് പകരം നമുക്ക് വൈ ടെൻസ് ടു പൈ മൈനസ് എക്സ് 0 ആണ്. അപ്പോൾ വൈ ടെൻസ് ടു 0 എന്ന് തന്നെ വരും. വൈ ടെൻസ് ടു 0 സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ്, ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ്, ഈസ് ഈക്വൽ ടു നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് കെയെ ലിമിറ്റിന് പുറത്താക്കാം. അപ്പോൾ പൈ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇവിടെ പൈ ആയിട്ടല്ല 1/π ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 1/π നമുക്ക് ലിമിറ്റിന് പുറത്തെഴുതാം. 1/π ഇൻറ്റു ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ വൈ ബൈ വൈ അല്ലേ. ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ വൈ ബൈ വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1/π എന്നാണ്. 1/π. ഓക്കെ, അപ്പോൾ 1/π ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. 16th ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്. ഇവിടെ ഒരിക്കലും 0/0 ഫോം വരാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണല്ലോ. അപ്പോൾ എക്സിന് 0 കൊടുക്കുന്നു. കോസ് 0 ബൈ പൈ മൈനസ് 0. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ പൈ മൈനസ് 0 പൈ ആണ്. അപ്പോൾ 1/π ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 0/0 ഫോം അല്ല എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. 17th ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് 2x മൈനസ് 1 ബൈ കോസ് എക്സ് മൈനസ് 1. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് കോസ് 2x ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. കോസ് 2x ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ കോസ് 2x മൈനസ് 1 എന്ന് കൊടുക്കുന്നു. കോസ് 2x മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് 2xനെ നമുക്ക് മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. കോസ് 2xനെ നമുക്ക് അല്ലെങ്കിൽ കോസ് 2xൻ്റെ മൊത്തത്തിൽ കോസ് 2xൻ്റെ -1 ഓക്കെ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. കോസ് 2x -1നെ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കോസ് എക്സ് -1 എങ്ങനെ കൊടുക്കാം? -2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. കോസ് 2xനെ എഴുതിയപ്പോൾ -2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് കൊടുത്തത്. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെയും എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. -2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. -2 ക്യാൻസലായി പോകുന്നു. ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ ഇത് ലിമിറ്റ് 0/0 ഫോമിലാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ 0/0 ഫോം അല്ലാതാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. ആ രീതിയിലാണ് നമ്മളിതിനെ ചെയ്യേണ്ടത്. അപ്പോൾ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ആദ്യം ഞാൻ സൈൻ സ്ക്വയർ എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതുന്നു. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2. ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ലിമിറ്റിന് ഞാൻ ഓരോടത്തും കൊടുക്കുകയാണ്. ഓരോടത്ത് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്. അപ്പോൾ ഈ സൈൻ എക്സ് നമുക്ക് ഈ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈൻ എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ കൂടി ചെയ്യണം അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഇൻറ്റു എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെയും ഒരു സൈൻ എക്സ് ഉണ്ട്. ആ സൈൻ എക്സിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ബൈ എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ താഴെയും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 ആണ്. അപ്പോൾ എക്സ് ബൈ 2 ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. സൈൻ എക്സ് ബൈ 2 ആണ്. എക്സ് ബൈ 2നെ നമുക്ക് സോൾവ് ചെയ്യാൻ ബൈ എക്സ് ബൈ 2 ചെയ്യണം ഇൻറ്റു എക്സ് ബൈ 2 ചെയ്യണം അല്ലേ. ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ബൈ 2 ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2 ഇൻറ്റു എക്സ് ബൈ 2. സംഭവം ഒന്നുമില്ല, നമ്മൾ എല്ലായിടത്തും ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു എക്സും ബൈ എക്സും ഇൻറ്റു എക്സ് ബൈ 2ഉം ബൈ എക്സ് ബൈ 2ഉം ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ടേം 1 ആയി പോകും. 1 ഇൻറ്റു എക്സ് ഇൻറ്റു ഇവിടെയും 1 ആയി പോകും. 1 ഇൻറ്റു എക്സ്
ഡിവൈഡഡ് ബൈ x/2. ബാക്കി എല്ലാം 1 ആയി പോകും. അപ്പോൾ 1 × x/2 ഇൻറ്റു 1 × x/2 ഈസ് ഈക്വൽ ടു 1 × 1 1 ആണ്, x × x x². സോ x² ഡിവൈഡഡ് ബൈ x/2 × x/2. ബാക്കി 1 അവിടെ തന്നെ കിടക്കട്ടെ. x/2 × x/2 x² ഡിവൈഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ x/2 × x/2 x² ഡിവൈഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² × 4/x² എന്ന് കിട്ടുന്നു. x² വെട്ടിപ്പോകുന്നു. അപ്പോൾ ലിമിറ്റ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ x² വെട്ടിപ്പോകും. നമുക്ക് 4 ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നു. 18th ക്വസ്റ്റ്യൻ ലിമിറ്റ് x → 0 ax + cos x ഡിവൈഡഡ് ബൈ b sin x. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ നേരത്ത് ലിമിറ്റ് x → 0 ax + x cos x ആണ് കേട്ടോ. ax + x cos x by b sin x. അപ്പോൾ രണ്ടിലും നമുക്ക് x ഉണ്ട്. ax + x cos x by b sin x. രണ്ടിലും x ഉള്ളതുകൊണ്ട് രണ്ടിൽ നിന്നൊരു x കോമൺ എടുക്കുന്നു. x × a + cos x by b sin x. x × a + cos x by b sin x. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് a/b the whole divided by c നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിനെ a/b the whole divided by c പറയുകയാണെങ്കിൽ നമുക്കതിനെ a/bc എന്ന് എഴുതാം. അതേപോലെ തന്നെ തിരിച്ച് a/b/c ആണെന്ന് വിചാരിച്ചോ. a/b/c ഇതാണ് നമുക്ക് വേണ്ടത്. a/b/c ആണെങ്കിൽ നമുക്കതിനെ ac/b എന്ന് എഴുതാം. അതായത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ac/b എന്നാകുന്നു. a/b/c എന്ന് പറയുന്നത് a/bc, a/b/c എന്ന് പറയുന്നത് ac/bയുമാണ്. ഇതിനെ നമ്മൾ തിരിച്ച് പറയുമ്പോൾ a/b/c. ഓക്കെ, ac/bയെ നമ്മൾ തിരിച്ചെഴുതുമ്പോൾ c താഴെ വന്ന് a/bയുടെ കൂടെ ഡിവിഷൻ ആകും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നു. ലിമിറ്റ് x → 0 ഈ c ആയിട്ട് ഈ എക്സിനെ സങ്കല്പിക്കുക. അപ്പോൾ ഈ c നമുക്ക് നേരെ താഴെ കൊണ്ടുവന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എക്സിനെ നമുക്ക് താഴെ കൊണ്ടുവന്ന് എഴുതാൻ പറ്റും. a + cos x by b sin x by x എന്ന് എഴുതാം. ഇത് നമ്മൾ മുകളിലും താഴെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x → 0 a + cos x ഡിവൈഡഡ് ബൈ ലിമിറ്റ് x → 0 b sin x by x എന്ന് കിട്ടും അല്ലേ. b sin x ലിമിറ്റ് x → 0 b sin x by x എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x → 0 a + cos x. അപ്പോൾ 0 കൊടുക്കാം. a + cos 0 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x → 0 b കോൺസ്റ്റൻ്റ് ആണ്, b അങ്ങ് പുറത്ത് പോകും. b × ലിമിറ്റ് x → 0 sin x by x. sin x by x എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ b × 1 എന്ന് വരും. അപ്പോൾ a + cos 0 എത്രയാണ്? cos 0 1 ആണ്. അപ്പോൾ a/b ആണ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത്. 19th ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ലിമിറ്റ് x → 0 x sec x. നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 0 × x → 0 ആണല്ലോ. അപ്പോൾ 0 × sec x, sec 0 എന്ന് വരും. 0 × sec 0 നമുക്കറിയാം. cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/cos 0 എന്ന് പറയുന്നത് 1/1 = 1 എന്ന് തന്നെ വരും. 1/cos 0 ആണല്ലോ sec 0. അപ്പോൾ sec 0യുടെ ആൻസർ 1 ആണ്. അപ്പോൾ 0 × 1 എന്ന് പറയുന്നത് 0 വരും. 0/0 ഫോമിലല്ല, 0 ഫോമിലാണ്. ഓക്കെ, 0 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്, നാച്ചുറൽ അല്ല, ഒരു ഹോൾ നമ്പറാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രശ്നവുമില്ല. 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ ലിമിറ്റ് x → 0 x sec x എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, 20th ക്വസ്റ്റ്യൻ ലിമിറ്റ് x → 0 sin ax + bx ഡിവൈഡഡ് ബൈ ax + sin bx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ അറിയാം, സൈനിൻ്റെ താഴെ ആ ആംഗിൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ആ ആംഗിൾ അല്ല, ഈ ax തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ax → 0 ആകും, അവിടെ പ്രശ്നമില്ല. ഇവിടെ പക്ഷേ രണ്ടിടത്ത് 2 ആംഗിളാണ്, ax ഉണ്ട് bx ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടിൽ x ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ x കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അതായത് എല്ലാ ടേംസിനെയും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 0 sin ax + bx by x ആണല്ലോ. sin ax + bx ഹോൾ ഡിവൈഡഡ് ബൈ x ആണ്. ഈ x നമുക്ക് രണ്ടിനും കൊടുക്കാം. sin x by x + bx by x എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ x → 0 sin ax + x + bx by x, sin ax ഡിവൈഡഡ് ബൈ x + bx ഡിവൈഡഡ് ബൈ x ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ഓരോന്നിനും കൊടുക്കുന്നു ax by x + sin bx by x. ഈ x ഈ x ക്യാൻസൽ ആയി പോവും, ഈ x ഈ x ക്യാൻസൽ ആയി പോവും. ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്ത് കളയരുത്. ഓക്കെ, ലിമിറ്റ് x → 0 sin ax by x + b ഡിവൈഡഡ് ബൈ ലിമിറ്റ് x → 0 sin bx sin a plus limit x → 0 a plus sin bx by x.
ഇവിടെ നമ്മൾ എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാൻ പോവുകയാണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് നമുക്കിവിടെ AX ടെൻസ് ടു 0 എന്ന് വരണം അല്ലേ. ലിമിറ്റ് സൈനിൻ്റെ ആംഗിൾ AX ആയതുകൊണ്ട് ലിമിറ്റ് AX ടെൻസ് ടു 0 സൈൻ AX, താഴെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ AX വരണമെങ്കിൽ ഇൻറ്റു A/A ചെയ്യണം. അപ്പോൾ സൈൻ AX ബൈ AX ഇൻറ്റു A പ്ലസ് ഈ B അതേപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ലിമിറ്റ് ആംഗിൾ B ആണ്. സോ BX ആംഗിൾ BX ആണ്. സോ BX ടെൻസ് ടു 0 നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. സൈൻ A ഉണ്ട് അവിടെ. അപ്പോൾ സൈൻ മുമ്പ് A പ്ലസ് സൈൻ BX ബൈ BX കൊടുക്കണമെങ്കിൽ ഇവിടെ X മാത്രമേ ഉള്ളൂ. ബൈ BX കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഇൻറ്റു B കൂടി കൊടുക്കണം അല്ലേ. അപ്പോൾ ഇൻറ്റു B കൂടി കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് AX ടെൻസ് ടു 0 സൈൻ AX ബൈ AX എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു A പ്ലസ് B 1 ഇൻറ്റു A പ്ലസ് B ഡിവൈഡഡ് ബൈ A അതേപോലെ തന്നെ എഴുതി ലിമിറ്റ് BX ടെൻസ് ടു 0 സൈൻ BX ബൈ BX എന്ന് പറയുന്നത് 1 ആണ്. A പ്ലസ് 1 ഇൻറ്റു B 1 ഇൻറ്റു A ആണ്. A പ്ലസ് B ബൈ A പ്ലസ് B ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, ഈ ഒരു ഇക്വേഷൻ കൊടുക്കാൻ വേണ്ടി ആദ്യം x1 ഡിവൈഡ് ചെയ്തു. x1 ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് താഴെ മുകളിലും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലിമിറ്റ് AXും ലിമിറ്റ് BXും ആക്കി അത് 1 കൊടുത്തിട്ട് A പ്ലസ് B ബൈ A പ്ലസ് B കിട്ടി. നമുക്ക് ആൻസർ ഫൈനൽ ആൻസർ 1 എന്ന് വന്നു. 21st ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 0 കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. കൊസീക് എക്സ് എന്ന് പറയുന്നത് 1/sin x ആണ്. അപ്പോൾ 1/0 വരും. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കോട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ അവിടെ എന്തായാലും 0/0 ഫോം അല്ലെങ്കിൽ 1/0 ഫോമാണ് വരുന്നത്. 1/0 ഫോം ഇൻഫിനിറ്റി ആണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് നമുക്കിതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന കാര്യം തന്നെ എഴുതാം. അതായത് കൊസീക് എക്സിന് നമുക്ക് 1/sin x എന്ന് എഴുതാം. കോട്ടെക്സിനെയോ കോട്ടെക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. കോസ് എക്സ് ബൈ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 1/cos x ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. 1/cos x ബൈ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്കറിയാം നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos x ബൈ എക്സും സൈൻ എക്സ് ബൈ എക്സും. ഇപ്പോൾ രണ്ടിടത്തും നമുക്ക് എക്സ് മാത്രമേ കുറവുള്ളൂ. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 - cos x ബൈ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ എക്സ് അല്ലേ ഈസ് ഈക്വൽ ടു ലിമിറ്റ് നമുക്ക് രണ്ടിടക്കും അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos x ബൈ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. 1 - cos x ബൈ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. 22ാമത്തെ ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 tan 2x ബൈ എക്സ് മൈനസ് π/2 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ അറിയാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എക്സ് ടെൻസ് ടു 0 വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം അല്ലേ. അപ്പോൾ 0 വരാനായിട്ട് നമുക്കറിയാം എക്സിനെ π/2 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അതായത് എക്സ് ടെൻസ് ടു π/2 ആണ്. എക്സ് ടെൻസ് ടു π/2. അപ്പോൾ എക്സ് മൈനസ് π/2 0 ആണ്, π/2 മൈനസ് എക്സും 0 ആണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എക്സ് മൈനസ് π/2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് മൈനസ് π/2 ടെൻസ് ടു 0 എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ എക്സ് മൈനസ് π/2ന് നമ്മൾ y എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എന്ന് പറയുന്നത് y പ്ലസ് π/2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതുമ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 0, കാരണം എക്സ് മൈനസ് π/2 ടെൻസ് ടു 0, എക്സ് മൈനസ് π/2 ഈസ് ഈക്വൽ ടു y. therefore y ടെൻസ് ടു 0 tan 2x ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് y പ്ലസ് π/2 കൊടുക്കാം. 2 ഇൻറ്റു y പ്ലസ് π/2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2 പകരം നമുക്ക് എന്ത് കൊടുക്കാം, y കൊടുക്കാം അല്ലേ. ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 tan 2 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു y 2y ആണ്. 2 ഇൻറ്റു π/2 2 ഇൻറ്റു π/2 എന്ന് പറയുമ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പൈ വരുന്നു. അപ്പോൾ നമുക്ക് പൈ ആദ്യം എഴുതാം. tan π പ്ലസ് y ഡിവൈഡഡ് ബൈ y എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു y 2y ആണ്. അപ്പോൾ 2 ഇൻറ്റു π/2 പൈ ആണ്. ഓക്കെ, ഇത് 2y ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അറിയാം tan π പ്ലസ് എക്സ്, tan ഓഫ് π പ്ലസ് എക്സ് എന്ന് പറയുന്നത്
എക്സ് എന്ന് പറയുന്നത് പൈ പ്ലസ് വരുമ്പോൾ നമുക്കറിയാം തേർഡ് ക്വാഡ്രൻ്റാണ് വരുന്നത്. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റാണ് വരുന്നത്. ടാൻ ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവ് ആണ്, ദെയർഫോർ ടാൻ എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ പൈ പ്ലസ് 2y നമുക്ക് ടാൻ 2y എന്ന് എഴുതാം. ടാൻ 2y ബൈ y ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ 2y നമുക്ക് സൈൻ 2y ബൈ കോസ് 2y ഇൻറ്റു y എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ചെയ്യുമ്പോൾ കോസ് 2y നമുക്ക് അവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് രണ്ടിടത്ത് മാറ്റി എഴുതാം. ലിമിറ്റ് കോസ് 2y ഞാൻ ഇപ്പുറത്ത് എടുക്കുകയാണ്. ലിമിറ്റ് y ടെൻസ് ടു 0 1 ബൈ കോസ് 2y എന്ന് എടുത്തു. 1 ബൈ കോസ് 2y ഇൻറ്റു സൈൻ 2y ബൈ y. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് y ടെൻസ് ടു 0 വേണമെങ്കിൽ നമുക്ക് 2y ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. 2y ടെൻസ് ടു 0 1 ബൈ കോസ് 2y ഇൻറ്റു ലിമിറ്റ് 2y ടെൻസ് ടു 0 സൈൻ 2y ബൈ 2y അല്ലേ. എന്തിനാണ് ഞാൻ 2y എന്ന് കൊടുത്തത്? ആംഗിൾ 2y ആയതുകൊണ്ട്. y ടെൻസ് ടു 0 ആണെങ്കിൽ 2y എന്തായാലും 0 ആയിരിക്കും. ലിമിറ്റ് രണ്ടിടത്തും അപ്ലൈ ചെയ്തു. എങ്ങനെയാണത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 2y കൊടുക്കുമ്പോൾ 1 ബൈ കോസ് 0 എന്ന് വരും. ഇൻറ്റു ഇവിടെ 1 ബൈ ലിമിറ്റ് 2y ടെൻസ് ടു 0 സൈൻ 2y ബൈ 2y എന്ന് പറയുന്നത് 1 ആണ്. ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെക്ഷനും കഴിയുകയാണ്. അപ്പോൾ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത എക്സസൈസ് 13.1 ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഉടൻ തന്നെ അടുത്ത പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KG Tech.